ആ മോട്ടു പത്തില് കാരണം ഞാനിപ്പോ കാലിയായിക്കൊണ്ടിരിക്കുക. കയ്യില് കാശില്ലാതെ വെറും കൈയോടെ നടക്കേണ്ടി വരുന്ന അവസ്ഥ. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് 10 കാശുണ്ടാക്കാനുള്ള വഴി നോക്കണേ. ആ മോട്ടു പത്തില് കാരണം നമുക്ക് മോഷ്ടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ബോത്ത് ഓട്ടോ ഓടിച്ചാം, ഒരുപാട് പൈസ കിട്ടും. ഒന്ന് ചെലക്കാണ്ടിരിക്കണം. മോഷ്ടാക്കളായ നമ്മൾ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ കാണുന്നവരൊക്കെ ചിരിക്കില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് മതിയാവൂ. കേറിക്കളൂ. ഇത് ജോണാണ്. പോകുന്ന വഴി ഇവൻ നമ്മളെ കൊള്ളയടിക്കും. ദേ ജോൺ ഇപ്പൊ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. നോക്ക് ജോൺ ഓട്ടോ ഓടിക്കുന്നു. വല്ലാതാരണേ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? പാവപ്പെട്ട ജോണിന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടില്ലേ? ഭിക്ഷ ചോദിക്കുന്നത് കണ്ടില്ലേ? മമ്മി, ഇന്ന് ഈ ഫുർഫുരി നഗരത്തിലുള്ള എല്ലാവർക്കും എന്നോട് ഉച്ചപാട്. എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കും. എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. പക്ഷെ എങ്ങനെ? ബോസ് ഈ വാർത്ത കണ്ടോ? ഫുർഫുറി നഗരത്തിലെ മ്യൂസിയത്തില് മാന്ത്രികൻ ജിങ്കുറയുടെ മാന്ത്രിക വടി വെച്ചിട്ടുണ്ട്. ആ മാന്ത്രിക വടി ആരുടെ കയ്യിലുണ്ടോ അവർക്ക് ലോകത്തിലെ എന്ത് കാര്യവും നേടിയെടുക്കാം. എന്ത് കാര്യവും. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. കൊള്ളാം. നിങ്ങളെ കൊണ്ടൊക്കെ ഒരു വഴിക്ക് പോയാ നമ്മുടെ കാര്യം അതോ ഗതിയാ. രണ്ടുപേരും താഴേക്കിറങ്ങി ഇറങ്ങി വാടാ. ബോസ് ഞങ്ങൾ തനിയെ ചാടിയതല്ല. ആരോ പിടിച്ചു വലിച്ചു പോലെ തോന്നി. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അത് ഈ മാന്ത്രിക വടിയുടെ ഗുണമാണ്. ഓ എന്റെ മാന്ത്രിക വടിയെ ഞങ്ങള് മുകളിലേക്ക് എത്തിക്കൂ. ഓ എന്റെ മാന്ത്രിക വടിയെ, താഴെ രാജാവിന്റെ ഡ്രസ്സുമുണ്ട്, കിരീടവുമുണ്ട്. അതെനിക്ക് വേണം. വാ പോവാം. ഫുർഫുരി നഗരത്തിലുള്ളവരെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. മാത്രമല്ല അതിനു മുമ്പ് മോട്ടുവിനും പത്രവിനെ ഒന്ന് കണ്ട് പഴയ കാര്യത്തിലൊക്കെ എനിക്കൊന്ന് പകരം ചോദിക്കണം. അതെ, ഇതെന്ത് വേഷമാണ് ജോണേ? വല്ല ഡ്രാമയിലും ജോലി ചെയ്യുന്നുണ്ടോ നീ? നീ നല്ല ക്യൂട്ടായിട്ടുണ്ട്. മോട്ടു പതലോ, നിങ്ങൾ ഇന്നത്തതിന് ശേഷം ഇനി ഒരിക്കലും ചിരിക്കില്ല. ഓ എന്റെ മാന്ത്രിക വടിയെ, ഇവര് രണ്ടുപേരുമാണ് ഈ ഫുർഫുറി നഗരത്തിന്റെ ഹീറോസ്. ഇവര് രണ്ടുപേരും സൂപ്പർ ഹീറോസിന്റെ ഡ്രസ് ഇട്ട് ആകാശത്തൂടെ പറക്കണം. അങ്ങനെ ഇവര് പറന്നുപോയി ആകാശത്തൂടെ പോകുന്ന എയർപ്ലെയിനെ താഴേക്ക് കൊണ്ടുവരണം. എന്റെ ജോണെ, നിനക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യാം. എന്റെ പത്ലു, നമുക്കിതെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും സൂപ്പർ ഹീറോയെ പോലെ പറക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നു ജോണിന്റെ കയ്യിൽ കണ്ട വടി ശരിക്കും മാന്ത്രിക വടിയാണെന്നാ. എന്റെ പത്ലു, ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഞാനിതിനെ പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമോ? എനിക്കും അതേ അവസ്ഥ തന്നെയാണ്. ഇതെല്ലാം ആ വടിയുടെ മാന്ത്രിക വിദ്യയാണ്. പ്ലെയിനിലുള്ള പാസഞ്ചേഴ്സ് ബോട്ടുവരെ പത്രവരെ ഇന്ന് പഞ്ഞിക്കിടും. വേണ്ട. താങ്ക് യു സർ, താങ്ക് യു. ഞങ്ങളുടെ പ്ലെയിന്റെ എഞ്ചിൻ കേടായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു പ്ലെയിൻ എങ്ങനെ നിർത്തണമെന്ന്. പക്ഷെ നിങ്ങൾ അതിന് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ഞങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതിഫലം വാങ്ങിത്തരും. ഇവന്മാരുടെ സമയം ഒടുക്കത്തെ സമയം തന്നെയാ. ഇനി അടുത്ത തവണ ഇതുപോലത്തെ ഒരു തെറ്റ് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേഗത്തിൽ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് ചെന്ന് ആ ജോണിനെ പിടിക്കാനുള്ള വഴി എന്താന്ന് അന്വേഷിക്കണം. നമ്മള് ഇവിടെ എങ്ങനെയാ വന്നത്? ഇതെന്റെ മാന്ത്രിക വടിയുടെ ശക്തിയാണ്. ഞാൻ നിങ്ങളെ ഹീറോയാക്കി മാറ്റിയൊരു തെറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ നിങ്ങളെ ഹീറോയാക്കാൻ പോവുകയാണ്.
നോക്ക്, നിങ്ങളുടെ സുഹൃത്തുമുണ്ട് ഇവിടെ. ബോക്സർ, മോട്ടുവിനെ ബത്തുരവിനെ ഇടിക്കുന്ന ഓരോ ഇടിയും എനിക്ക് കൂടുതൽ സന്തോഷം തരും. ഓ, എന്റെ ബോക്സർ ചേട്ടാ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഇട്ട് തല്ലുന്ന പറ. എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തല്ലിക്കൊണ്ടേയിരിക്കുക. ആരോ എന്നെ കൊണ്ട് ഇത് ബലമായി ചെയ്യുകയാ. ആ, ഇതും പിടി, മോട്ടു ഇത് പിടി. പത്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കിട്ട് ഒരുപാട് പണി തന്നല്ലേ. ഇത് എന്റെ അവസരമാണ്. ഇത് മാന്ത്രികൻ ജിങ്കോരയുടെ സിംഹാസനമാണ്. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് എന്ത് ഞാൻ ചെയ്യും, എന്ത് വേണമെങ്കിലും. ചിങ്കം സാറേ, ജോണിന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ട്. അത് വെച്ചോണ്ട് ഞങ്ങളെ അവൻ ഉപദ്രവിച്ചോണ്ടിരിക്കുക. Why fear when Chingam is here? ജോൺ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. കോൺസ്റ്റബിൾ വരൂ, ആ ജോണിനെ കൈയോടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ടേസ്റ്റി. ഇതെന്ത് അതിശയമായിരിക്കുന്നല്ലോ. എന്റെ കൈ നിർത്താനേ പറ്റുന്നില്ലല്ലോ. ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. ഞങ്ങളെ പോലെയുള്ള രാജാക്കന്മാർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ജോൺ, നിന്റെ മനോഹരമായ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിനക്ക് ജയിലിലേക്ക് പോകേണ്ട ദിവസമാണ്. Yeah. ജയിലിലേക്ക് പോകുന്നത് നീയാണ്, അല്ലാതെ ഈ മഹാരാജാവായ ജോണല്ല. മാന്ത്രിക വടിയെ ഈ ചിങ്കത്തിനെ കൊണ്ടുപോയി ജയിലിലടയ്ക്ക്. എന്റെ അമ്മോ, എന്നെ വിട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇതെന്തൊരു വലിയ തെറ്റാണ്. ഇവനെയാണ് ഇതിന്റെ അകത്തേക്ക് ഇടേണ്ടത്, അല്ലാതെ എന്നെയല്ല. ഇന്ന് ഞാൻ ഈ ഫുർഫുരി നഗരത്തിലെ രാജാവാണ്. എല്ലാവരും എന്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ആ മാന്ത്രിക വടിയെ ഞാൻ എങ്ങനെ എതിർത്ത് നിൽക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിങ്ങൾക്ക്? പത്ലു, നീ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എങ്ങനെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ വടി നമ്മൾ മേടിച്ചെടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യം ചെയ്തെടുക്കാം. ആ മാന്ത്രിക വടി പോലെ വേറൊരു മാന്ത്രിക വടി ഉണ്ടാക്കി അതിൽ മിക്സ് ചെയ്തേക്കാം. പക്ഷെ എങ്ങനെ? നമ്മൾ അവന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് തുരങ്കമുണ്ടാക്കുന്നു. വരൂ, ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടെന്ന്. വേഗം പണി തുടങ്ങിക്കോ. ഇപ്പൊ നമ്മൾ ഫുർഫുരി നഗരത്തിലെ മാർക്കറ്റ് ഏരിയയുടെ താഴെ ഉള്ളത്. നമ്മളിപ്പോ ജോണിന്റെ സിംഹാസനത്തിന്റെ നേരെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ജോണിന്റെ സിംഹാസനം പറന്നു പോകും. അതിന്റെ കൂടെ അവന്റെ ആ വടിയും പറക്കും. ഈ വടികളും ആ പൊട്ടിത്തെറിയിൽ പറക്കണം. പിന്നെ ഒരിക്കലും ജോണിന് കണ്ടുപിടിക്കാൻ കഴിയില്ല അവന്റെ വടി ഏതാണെന്ന്. അപ്പോഴേക്കും എല്ലാ വടികളും മിക്സ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ മാന്ത്രിക വടി നമ്മൾ എടുക്കും, അല്ലേ പത്ലു? ഇതെന്താണ് സംഭവിക്കുന്നത്? എന്റെ മാന്ത്രിക വടി എവിടെ? എനിക്ക് ബോക്സിംഗ് ഗ്ലൗസ് കിട്ടുകയാണെങ്കിലോ? എന്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് സമൂസ കിട്ടട്ടെ. ഒരു പുസ്തകം വരട്ടെ. കാശ് വരട്ടെ, സ്വർണം വരട്ടെ. ഇവരെല്ലാവരും ഇവിടുന്ന് മാഞ്ഞു പോവട്ടെ. ഇവരല്ല, നീയാണ് മാഞ്ഞു പോകാൻ പോകുന്നത്. ഈ വിലങ്ങ് മാഞ്ഞു പോവട്ടെ. വിലങ്ങ് പോയി, ശരിക്കുള്ള വടി എനിക്ക് കിട്ടി. ഐഡിയ, ഇത് കേൾക്കൂ. വടി കിട്ടിപ്പോയി, വടി കിട്ടിപ്പോയി. സീതാറാം ജഡ്ക ഡാൻസ് കളിക്ക്. ഇതെന്റെ കൽപ്പനയാണ്. ശരിക്കുള്ള വടി ഇതിൽ ഏതോ ഒന്നാണ്. അത് നമുക്ക് കണ്ടുപിടിക്കണം. നേരെ തെരഞ്ഞു നോക്ക്. ശരിക്കുള്ള വടിക്കും അതിനും ചെറിയ വ്യത്യാസം ഉണ്ടാവൂ. എനിക്കിപ്പൊ തന്നെ ഒരുപാട് സമൂസകൾ കിട്ടട്ടെ. ഒളിച്ചേ, അപ്പൊ ഇത് തന്നെയാണ് ശരിക്കുള്ള മാന്ത്രിക വടി. എന്റെ പുറകെ വരുന്നവരെല്ലാം കഴുതകളായി മാറട്ടെ. ബോസ്, അവര് പ്രാവുകളൊന്നും ആയില്ല, പക്ഷെ നിങ്ങൾ മൂങ്ങിയായി മാറി.
ആ പത്രു നിങ്ങളെ മൂങ്ങയാക്കിയതാ. അത് ഡ്യൂപ്ലിക്കേറ്റ് മാന്ത്രിക വടിയായിരുന്നു. വേഗം യൂട്ടേൺ എടുക്ക്. നമുക്ക് ഈ മാന്ത്രിക വടി ഉപയോഗിച്ച് വലിയ പണക്കാരാകാം. സ്വർണം, വെള്ളി, കാശ്, സ്വത്ത് എല്ലാം നമുക്ക് കിട്ടുന്നേ. എന്നിട്ട് നമ്മള് ലോകം ഭരിക്കുന്ന രാജാവായി മാറും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ വടി നമ്മുടെ അടുത്തുള്ളിടത്തോളം കാലം ഇത് മോഷ്ടിക്കാനായ ആളുകൾ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇതേതെങ്കിലും തെറ്റായ കൈകളിൽ എത്തിച്ചേർന്നാൽ പിന്നെ ആകെ പ്രശ്നമാവും. അങ്ങനെയാണെങ്കിൽ ഈ മാന്ത്രിക വടി അതിന്റെ ഉടമസ്ഥന്റെ അടുത്ത് തന്നെ കിട്ടണം. പക്ഷേ ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്? അയാൾ ഇങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു. സാറേ ഈ മാന്ത്രിക വടി നിങ്ങളുടെയാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇതിരിക്കേണ്ടത്. ആ ജോൺ ഇത് മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ്. എനിക്കതറിയാം മോട്ടു പത്ലു, എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും എന്നെ വിളിക്കുന്നത് വരെ എനിക്ക് വരാൻ കഴിയില്ലായിരുന്നു. മോട്ടു പത്ലു, നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ചോദിക്ക്, എന്ത് വരമാണ് വേണ്ടത്? വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ മാന്ത്രിക വടി തെറ്റായ കൈകളിൽ ഒരിക്കലും എത്തരുത്. ആ മാന്ത്രിക വടി എന്റേതാണ്. അത് എനിക്ക് തരൂ. നിങ്ങൾ ആരാണ്? ഞാനാണ് ഈ വടിയുടെ യഥാർത്ഥ യജമാനൻ. പിന്നെ നീയാണ് കള്ളൻ. നിനക്കുള്ള ശിക്ഷ തരുന്നതാണ്. ഓടിക്കോ. അല്ല, എന്താ ഇത്? എന്റെ മേലേക്ക് എന്തിനാ എടുത്തു ചാടിയത്? പത്ലു, എന്റെ വയറിന് മുകളിൽ ഇരുന്ന് ഒരു എലി എന്റെ സമൂസ കഴിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ല എന്റെ സമൂസ എടുത്ത് രക്ഷപ്പെടുന്നത്. ഓ, ഈ എലികളെ കൊണ്ട് വല്ലാത്ത ശല്യായല്ലോ. ഈ വിറ്റകളെ ഞാൻ ഇപ്പൊ ശരിയാക്കാം. മോട്ടു, ഇതിനെ എന്റെ തലയിൽ നിന്ന് മാറ്റ. വേഗം നല്ല അടി കൊടുക്ക. നിർത്ത. എലിയെയാണോ അടിക്കുന്നത്? അത് എന്നെയോ? വിടില്ല ഞാൻ. എത്ര ദൂരം ഓടും നീ? ഒന്ന് തന്നാലുണ്ടല്ലോ. ഓട് ഓട്. ഞങ്ങളുടെ വീടിന്റെ സമാധാനം കളയാൻ വേണ്ടി വന്നതാണല്ലേ? നിങ്ങൾക്ക് ബോക്സറിന്റെ വീട്ടിൽ പോയാൽ എന്താ? ഞാൻ കുറച്ച് പഞ്ചസാര വാങ്ങാൻ വേണ്ടി വന്നതാ. സോറി. സാരമില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചതിരിക്കും. താങ്ക് യു ബോക്സറേട്ടോ. പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം. ടേക്ക് ദിസ്. ഇതെടുക്ക്, ഇതുപിടി. പൊളിച്ചെടുത്തല്ലോ. വീടിനകത്തൊരു വാതിലുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്താ ഈ എയറിലിങ്ങനെ പറന്നു വന്ന് വീണത്? ഡോക്ടർ ജഡ്ക, എലികൾ ഞങ്ങളുടെ ജീവിതമാകെ കുളം തോണ്ടിയിരിക്കുക. രാവും പകലും അവിടെ കിടന്ന് താണ്ഡവം ആടിക്കൊണ്ടിരിക്കുക. വലിയേട്ടോ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഞാൻ നിനക്കൊരു സാധനം തരാം. ഇതാണ് റാറ്റ് ഫ്രീ ഗാഡ്ജറ്റ്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലേക്ക് ഒരു എലി പോലും വരില്ല. എന്നെ വിശ്വസിക്ക്. ഇതാ, ഈ മാസ്ക് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. ഇതിൽ നിന്ന് വരുന്ന കിരണങ്ങൾ മൂലം നിന്റെ വീട്ടിൽ ഇനി എലികളുടെ ശല്യം ഉണ്ടാവുകയില്ല. താങ്ക് യു വലിയേട്ടാ. ഇനി ഈ ഗാഡ്ജറ്റിന്റെ റേസ് നമ്മുടെ ഈ വീട് മുഴുവൻ അടിക്കണം. ഇനി നോക്കിക്കോ, ഒരു എലി പോലും ഇങ്ങോട്ട് വരില്ല.
ഡോക്ടർ ജഡ്ക പറഞ്ഞത് ഈ മാസ്ക് ഇട്ടിട്ട് ഗാഡ്ജറ്റ്സ് ഓൺ ചെയ്യാനാ. നമ്മൾ ഇതിടാൻ മറന്നുപോയി. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ നമുക്കിത് ഇട്ടേക്കാം. ഈ മാസ്ക് എങ്ങനെ ഇത്രയും വലുതായത്? അതുപോലെ ഈ വീടും പെട്ടെന്ന് എങ്ങനെ ഇത്രയും വലുതായി? ഇല്ല ഇല്ല, നമ്മൾ എലിയായി മാറിയടാ. ഇനി ആ ഡോക്ടർ ജഡ്കയെ ഞാൻ വെറുതെ വിടില്ല. ഏയ്, നിങ്ങൾ രണ്ടുപേരും എവിടുന്നാ വന്നത്? ഈ വീട് ഞങ്ങളുടേതാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. എടോ, ഞങ്ങളാണ് ഈ വീടിന്റെ മുതലാളിമാര്. ഇത് ഇവന്മാർക്ക് ഇത് എന്താ? ഇത് മോട്ടുപതലും അല്ലേ? ഇപ്പം വന്നു അവന്മാര് പർവ്വതത്തിന് താഴെ. കൂട്ടുകാരെ, ഇവന്മാര് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഊഴമാണ്. ആക്രമിക്കൂ. വേണ്ട, ഓടിക്കോ. ഇവനെന്തിനാ നമ്മള് രണ്ടുപേരെയും ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? കാരണം നമ്മളിപ്പോ എലികളായി മാറിയിരിക്കയാണ്. അവനാണെങ്കിൽ നല്ല വിശപ്പുണ്ടെന്നാ തോന്നുന്നേ. എലി ഓടിക്കോ, പൂച്ച പുറകിലുണ്ട്. പത്തലു, നീ ഏത് എലിയെ കുറിച്ചാണ് പറയുന്നത്? നിന്നെ അല്ലാണ്ട് ആരെയാ? ഓടിക്കോ, അല്ലെങ്കിൽ ബൈ ബൈ. ഈ രണ്ട് എലിയെയും ഇവിടെ മുൻപ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഇതിന്റെ മുഖവും വളരെ വ്യത്യാസമായിരിക്കുന്നു. ഈ എലിയെ കഴിച്ചാൽ വളരെ രുചികരമായിരിക്കുന്ന തോന്നുന്നേ. രക്ഷിക്കണേ, ആരെങ്കിലും ഈ പൂച്ചയുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. മുകളിലുള്ളവനെ. ആ, ഈ എലി നല്ല തടിയനാണല്ലോ. വാവ്, ഇന്നെനിക്ക് ലക്കി ഡേ ആണെന്നാ തോന്നുന്നേ. പക്ഷെ ഞങ്ങളുടെ അൺലക്കി ഡേ ആണ്. ഓടിക്കോ. Help! ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കൂ, രക്ഷിക്കൂ. Please. Help, ദൈവങ്ങളേ. ഹെൽപ്പ്, ഹെൽപ്പ്. ആരെങ്കിലും രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ പ്ലീസ്. ഓട്ടോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പത്തലു, വെറും പോയിട്ടില്ല. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ, ആ ഡോഗിയുടെ അടുത്തേക്ക് ഓടിക്കോ. അത് ഈ പൂച്ചയെ ഓടിച്ചോളും. വേണ്ട. പത്തലു, ഓടി ഓടി വല്ലാണ്ട് വിശക്കുന്നു. വരൂ, നമുക്ക് പോയി സമൂസ കഴിക്കാം. ഐഡിയ. ചിങ്കം സാർ വരുന്നുണ്ട്. വാ, നമുക്ക് ആ ബൈക്കിലേക്ക് എടുത്തു ചാടി സാറിനോട് ഹെൽപ്പ് ചോദിക്കാം. ചിങ്കം സാറേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, rat on my hat. എന്റെ അമ്മോ, വണ്ടി നിർത്തണേ. ചെങ്കം, നീ വേഗം വണ്ടി വിട്ടോ. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്യാം. ഹലോ ഡോക്ടർ ജഡ്ക, ഞാൻ പത്തലു ആണ്. ഹലോ പത്തലു, നിന്റെ ശബ്ദം എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ജഡ്ക, നിങ്ങൾ തന്ന മരുന്ന് കാരണം ഞങ്ങൾ എലികളായി മാറി. പ്ലീസ് വേഗം വന്ന് സഹായിക്കൂ. ഓ, നിങ്ങൾ എങ്ങനെയാണ് എലികളായി മാറിയത്? ചായക്കട ചേട്ടന്റെ കടയിലേക്ക് വാ, എല്ലാം പറഞ്ഞു തരാം. നിങ്ങളുടെ ലാബിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. പുറത്ത് മുഴുവനും അപകടങ്ങളാ. വലിയേട്ടാ, ഞങ്ങൾ ശരിക്കും എലിയായി മാറിയിരിക്കുകയാണ്. ചായക്കട ചേട്ടന്റെ കടയിലോട്ട് വരൂ, വേഗം.
ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, സമോസ കഴിച്ചതിന്റെ കാശ് എന്നെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള പരിപാടിയല്ല ഇത്. ഇതുപോലത്തെ പരിപാടികൾക്കൊന്നും എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. പത്ലു, അയാള് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ അയാളെ സമൂസയുടെ ബില്ല് പേ ചെയ്യാൻ വിളിക്കുവാണെന്നാണ്. ഇനിയിപ്പൊ അയാള് വരുമെന്ന് തോന്നുന്നില്ല. വാ, നമുക്ക് ചായക്കടച്ചേട്ടന്റെ കടയിലേക്ക് പോകാം. സമൂസേ. എന്റെ സമോസയൊക്കെ തിന്നു തീർത്തോ? അവിടെ നിൽക്ക്, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. മോട്ടു, മോട്ടു, മോട്ടു രക്ഷിക്ക്. ഇവന്റെ ആ ഫ്രണ്ട് ഇവിടെ വന്നതിന് ശേഷം രണ്ടുപേരെയും ഒരുമിച്ച് നമുക്ക് കഴിക്കാം. മോട്ടു, ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവര് നിന്നെ പിടിച്ച് തിന്നും. ഓടിപ്പോയിക്കോ. എന്റെ കൂട്ടുകാരന്റെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ. ഓയ് മോട്ടു ഇവിടെ വന്നിരുന്നോ? ഇല്ല, രാവിലെ തൊട്ട് ഇവിടെ വന്നതേ ഇല്ല. പക്ഷെ ഒരു എലി വന്ന് അവന്റെ കാര്യമൊക്കെ ചെയ്തിട്ട് പോയി. പ്ലേറ്റിലുണ്ടായിരുന്ന സമോസ മുഴുവൻ തിന്ന് തീർത്തേച്ചാ പോയത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ ഒരു എലി എങ്ങനെ ഇത്രയും സമൂസ കഴിക്കുന്നത്? അപ്പം മോട്ടു പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? അവർ എലിയായി മാറിയെന്ന്. എന്റെ പത്ലു, നീ പോ, ഇവന്മാർ ഞാൻ നോക്കിക്കോളാം. പോകാനോ? എങ്ങോട്ട് പോവാൻ? 4 ഭാഗത്തും പൂച്ചകളുടെ സംസ്ഥാന സമ്മേളനമാ. ഈ പൂച്ചകളെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇപ്പോഴാണ് സമൂസ കഴിച്ചത്. ഇവൻ എലിയോ അതോ ഏതെങ്കിലും ബോക്സറാണോ? എന്റെ അമ്മോ, ഇത് നമ്മുടെ മോട്ടു അല്ലേ? ഞാനിവിടെയുണ്ട്. ഹലോ. ഓയ്, നിങ്ങളപ്പോ പറഞ്ഞത് സത്യമായിരുന്നുവല്ലേ? ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ബില്ലടപ്പിക്കാനുള്ള പരിപാടിയാണെന്ന്. ഇതിനുള്ള മറുമരുന്നും എന്റെ അടുത്തുണ്ട്. ഇതാ, ഇനി നിങ്ങൾ പഴയതുപോലെ ആവാൻ പോവുകയാണ്. താങ്ക് യു ഡോക്ടർ ചിട്ട.